നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭക്തൻ വഴിപാടായി നൽകിയ സ്വർണമാല കവർന്ന കേസ്. മുൻ മേൽശാന്തിയും കൂട്ടാളിയായ യുവതിയുമായി തെളിവെടുപ്പ്. പുനലൂർ മാമ്പഴത്തറ ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് മാല അപഹരിച്ചത്. പൊള്ളലേറ്റ യുവതിയെ വീട്ടുകാർ ഉപേക്ഷിച്ച നിലയിൽ. കുണ്ടറ മുളവനയിൽ വാടകയ്ക്ക് താമസിക്കുന്ന രമ്യയെയാണ് ഉപേക്ഷിച്ചത്. ഇവരെ ഗാന്ധി ഭവനിലേക്ക് മാറ്റി. വിവാഹ വാഗ്ദാനം നൽകി പീഡനം. പ്രതി അറസ്റ്റിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി ആദിത്യനാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയിലാണ് കേസ്. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. നാഗർകോവിൽ കളക്ടറേറ്റിലെ ജീവനക്കാരനായ ഷേഖ് മുഹമ്മദാണ് മരിച്ചത്. കൊട്ടാരക്കര മൈലം മുട്ടമ്പലത്തിലായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. ഭക്തൻ വഴിപാടായി നൽകിയ സ്വർണമാല കവർന്ന കേസിൽ മുൻ മേൽശാന്തിയും യുവതിയുമായി തെളിവെടുപ്പ്. വിറ്റമാല കായംകുളത്തെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുത്തു. പുനലൂർ മാമ്പഴത്തറ ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് മാല അപഹരിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്കിടെയാണ് തമിഴ്നാട് സ്വദേശി ക്ഷേത്രത്തിൽ നൽകിയ മാല അപഹരിക്കപ്പെട്ടത്. മാമ്പഴത്തറ ദേവീക്ഷേത്രത്തിൽ ഭക്തൻ വഴിപാടായി സമർപ്പിച്ച ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണമാല അപഹരിച്ച കേസിലാണ് മേൽശാന്തിയെയും കൂട്ടാളിയെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. പ്രതികൾ വിറ്റഴിച്ച സ്വർണമാല കായംകുളത്തെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. മാന്നാർ കുരട്ടിക്കാട് പാക്കോട്ടുമടത്തിൽ മധുസൂദന ശർമ്മ, ഇയാളുടെ കൂട്ടാളിയായ മാവേലിക്കര സ്വദേശിനി ഗംഗ എന്നിവരുമായാണ് തെന്മല പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരി 5, 6 തീയതികളിൽ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്കിടെയായിരുന്നു സംഭവം. തമിഴ്നാട് സ്വദേശിയായ രമേശ് ബാബു ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ച 16.239 ഗ്രാം തൂക്കമുള്ള നെക്ലേസ് മാതൃകയിലുള്ള സ്വർണമാലയാണ് കാണാതായത്. അന്നത്തെ മേൽശാന്തിയായിരുന്ന മധുസൂദന ശർമ്മ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് മാല അപഹരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മാല കാണാതായതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തി മധുസൂദന ശർമ്മയെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. മാല നൽകിയ ഭക്തൻ നേരിട്ട് നൽകിയ പരാതിയിൽ തെന്മല പോലീസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ ശാസ്ത്രീയമായ കേസന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. മോഷ്ടിച്ച സ്വർണ്ണമാല ആദ്യം സുഹൃത്തായ ഗംഗയ്ക്ക് കൈമാറി ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു. പിന്നീട് കൂടുതൽ തുക ലക്ഷ്യമിട്ട് ഇവർ പണയുരുപ്പടി തിരിച്ചെടുത്ത കായംകുളത്തെ മറ്റൊരു സ്ഥാപനത്തിൽ വിറ്റു. കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിലാണ് കേസിലെ തൊണ്ടി മുതലായ സ്വർണമാല കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊള്ളലേറ്റ യുവതിയെ വീട്ടുകാർ ഉപേക്ഷിച്ച നിലയിൽ. കുണ്ടറ മുളവനയിൽ വാടകയ്ക്ക് താമസിക്കുന്ന രമ്യയെയാണ് ഉപേക്ഷിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ ഇവരെ ഗാന്ധി ഭവനിലേക്ക് മാറ്റി. മുളവന കോട്ടപ്പുറം 2 റോഡ് പെട്രോൾ പമ്പിന് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന 2 പെൺകുട്ടികളുടെ അമ്മയായ രമ്യയെയാണ് ബന്ധുക്കളും വീട്ടുകാരും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വേസ്റ്റ് കത്തിക്കാനായിട്ട് മണ്ണെണ്ണ കുപ്പിയും തീയും കത്തിച്ചോണ്ട് പോയതാ. കാല് സ്ലിപ്പായി പോയി. മക്കളൊക്കെ പഠിക്കാൻ പോയി. ഇവിടെ ഇപ്പൊ 2 ആഴ്ചയായി. ഇല്ല, എന്നെ ഇന്നലെ വന്ന് കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് അവിടെ ആരും നോക്കാനില്ലെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടാക്കി. ജോലിയൊക്കെ ഒന്നും പോകുന്നില്ല. അയാൾക്ക് ഇച്ചിരി മാനസിക അസ്വസ്ഥത. നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ആരുമില്ല. അമ്മ മരിച്ചുപോയി. സ്വന്തം വീട് എവിടാ? ചെറുമൂട്. കുടുംബ വീട്. ഇവിടെ വാടക എത്ര ആളായി? 1.5 വർഷമായി. വാടകയൊക്കെ കൊടുക്കുന്നേരം വാടകയൊക്കെ ഞാൻ സാരിയുടെ ബിസിനസ് ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ട് വാട്സാപ്പ് ഇല്ല. ഒന്നിലധികം വിവാഹം കഴിച്ച രമ്യയോടൊപ്പം നിലവിലെ ഭർത്താവ് കല്ലട സ്വദേശി 2 മാസം മുമ്പ് ദേഹമാസകലം പൊള്ളലേറ്റ നിലയിൽ രമ്യയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജ് അധികൃതർ ആംബുലൻസിൽ കയറ്റി വീണ്ടും വാടക വീട്ടിലേക്ക് അയച്ചു. ഇപ്പോഴുള്ള ഭർത്താവ് വീണ്ടും
ഇവരോടൊപ്പം കഴിയുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉപേക്ഷിച്ചു പോയത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ രമ്യ മുൻ ഭർത്താവിനെ വിവരമറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അവരെത്തി രമ്യയെ നെടുമൺകാവിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രിയോടെ തിരികെ എത്തി ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയായിരുന്നു. വാടക വീട്ടിലെ മുറിയിൽ എല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. അയൽവാസി കൂടിയായ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമണെ വിവരമറിയിച്ചു. 4 മാസം മുമ്പ് ഇദ്ദേഹത്തെ തീവെള്ളേറ്റ് നിലയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു 4 മാസം മുമ്പ്. അതിനുശേഷം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതാണ്. അത് കഴിഞ്ഞ് ഇന്നലെ വൈകിട്ടാണ് ഇങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് വണ്ടിക്കകത്ത് ഓട്ടോക്കകത്ത് കൊണ്ട് ഈ നമ്മളൊന്നും രാവിലെ ഇവിടുത്തെ ആൾക്കാർ വിളിച്ചരിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾ വരികയും ഞാൻ മെമ്പറുണ്ട്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ഉണ്ട്, ആശാവർക്കറുണ്ട്. അന്ന് നോക്കിയപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല. അപ്പം 4-5 പേര് കൂടെ അടുത്തിരിപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശാപ്രവർത്തകർ, പഞ്ചായത്ത് അംഗം എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും എത്തിയതോടെ ആംബുലൻസ് വരുത്തി ഇവരെ ഗാന്ധി ഭവനിലേക്ക് മാറ്റുകയായിരുന്നു. നേരത്തെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുകയായിരുന്ന യുവതി നിലവിൽ ഓൺലൈൻ തുണിക്കച്ചവടത്തിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. ദേഹമാസകലം പൊള്ളലേറ്റതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്താൻ യുവതി തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. നാഗർകോവിൽ കളക്ടറേറ്റിലെ ജീവനക്കാരനായ ഷെയ്ഖ് മുഹമ്മദാണ് മരിച്ചത്. കൊട്ടാരക്കര മൈലം മുട്ടമ്പലത്തിലായിരുന്നു അപകടം. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി ഷെയ്ഖ് മുഹമ്മദാണ് മരിച്ചത്. കൊട്ടാരക്കര മൈലം മുട്ടമ്പലത്തായിരുന്നു അപകടം. അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് മഴയത്ത് നിയന്ത്രണം നഷ്ടമായി എതിർദിശയിൽ വന്ന KSRTC ബസിനടിയിൽ പെടുകയായിരുന്നു. യുവാവിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നാഗർകോവിൽ കളക്ടറേറ്റിലെ ജീവനക്കാരനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ്. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന ക്യാമ്പിന് ആര്യങ്കാവിൽ തുടക്കമായി. 2 ദിവസത്തെ ക്യാമ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന ക്യാമ്പിന് ആര്യങ്കാവിൽ തുടക്കമായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ആ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും എല്ലാവരുടെയും കർഷകന് പക്ഷേ മുന്നോട്ടേ പോകാൻ പറ്റുള്ളൂ. അവൻ മുന്നോട്ട് പോയില്ലെങ്കിൽ, അവൻ നിന്നുപോയാൽ അവർക്ക് മാത്രം ജീവിതമല്ല, കുടുംബം മാത്രമല്ല, രാജ്യമാകെ സ്തംഭിക്കുമെന്ന് തിരിച്ചറിയുന്നത് കർഷകർ. ഏത് വർഗത്തേക്കാൾ കൂടുതലായി, മറ്റെല്ലാ ഏത് വർഗത്തേക്കാൾ കൂടുതലായി കർഷക രക്ഷാർത്ഥത്തിൽ നാടിന്റെ ജീവന്റെ ജീവിതത്തെ എല്ലാം സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്വാന ശക്തിയാണ്. ആ പ്രാധാന്യമുണ്ട് സമ്പദ്ഘടനയിലും രാഷ്ട്രീയത്തിലും ജീവിതത്തിലുമെല്ലാം കർഷകർ. ഈ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കർഷക പ്രസ്ഥാനം എന്ന് മുന്നോട്ട് പോയത്. ഇന്ത്യയുടെ ചരിത്രം വായിച്ചാൽ രാജ്യം കുടുംബിലിക്കൊണ്ട് എല്ലാ പോരാട്ടങ്ങളിലേക്കും ഇറങ്ങി വന്നപ്പോൾ അവിടെ എല്ലാ കർഷകന്റെ വിയർപ്പുണ്ടായിരുന്നു, കണ്ണീരുണ്ടായിരുന്നു, പോരാട്ടവികയുണ്ടായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ PS സുബാൽ അധ്യക്ഷത വഹിച്ചു. 1.5 വർഷം പിന്നിടുമ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാപരമായി ചർച്ച ചെയ്യേണ്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതെല്ലാം ഗൗരവമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ക്യാമ്പ് കിസാൻ സഭയുടെ സംസ്ഥാന നേതൃത്വം നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ലെനു ജമാൽ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീദാസ് മേനോൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. AIKS സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ദിനകരൻ സംഘടനാ റിപ്പോർട്ടും AIKS സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഭാവി പ്രവർത്തന പരിപാടിയും അവതരിപ്പിച്ചു. ഇന്ത്യൻ കർഷകരും ചരിത്രവും എന്ന വിഷയത്തിൽ അജിത് കൊളാടി ക്ലാസ് നയിച്ചു. സമാപന സമ്മേളനം AIKS ദേശീയ സെക്രട്ടറി സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊച്ചുമക്കളെ ശല്യം ചെയ്തതിന് പരാതി നൽകി. വയോധികനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. 2 പേരെ തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റയ്ക്കൽ സ്വദേശികളായ രാജേഷ് കുമാർ, സനിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കൊച്ചുമക്കളെ ശല്യം ചെയ്തതിനെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് വയോധികനെ ചായക്കടയിൽ കയറി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഒറ്റയ്ക്കൽ ഗിരീശധനത്തിൽ R രാജേഷ് കുമാർ, ഒറ്റയ്ക്കൽ സനേഷ് വിലാസത്തിൽ സനിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കുളത്തൂപ്പുഴ സ്വദേശിയായ
ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന വേണുനാഥൻ പിള്ളയ്ക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന വേണുനാഥൻ പിള്ളയെ പ്രതികൾ ചുറ്റിക കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. കൊച്ചുമക്കളെ പ്രതികൾ ശല്യം ചെയ്തതിനെതിരെ നേരത്തെ ഇയാൾ പരാതി നൽകിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തെന്മല. സാംസ്കാരിക അപജയം കെട്ടിക്കിടക്കുന്ന ഇടമായി കേരളം മാറിയെന്ന് സുനിൽ പി ഇളയിടം. കാമ്പിശ്ശേരി കരുണാകരൻ ലൈബ്രറി, കൊല്ലം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിക്കുകയും ആചാരം ഭ്രാന്തായി മാറുന്ന കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ ഉന്നമനത്തിനു പകരം സാംസ്കാരിക അപജയം കെട്ടിക്കിടക്കുന്ന ഇടമായി കേരളം മാറിയെന്ന പ്രഭാഷകനും എഴുത്തുകാരനും അധ്യാപകനുമായ സുനിൽ പി ഇളയിടം കാമ്പിശ്ശേരി കരുണാകരൻ ലൈബ്രറി, കൊല്ലം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ഭൂപടം എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. സാമൂഹ്യ യാഥാർത്ഥ്യത്തിനു നേരെ മുഖം തിരിക്കുകയും ആചാരം ഭ്രാന്തായി മാറുകയും ചെയ്യുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. മതബോധം എന്നത് അപരവിദ്വേഷമായി മാറി. മതബോധം ധാർമ്മിക മൂല്യമാക്കി മാറ്റുന്നതിന് പകരം പരസ്പര സ്പർദ്ധകൾ ആഴത്തിൽ വേരുപിടിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ മാറ്റിമറിക്കപ്പെടുകയാണ്. ഭൗതിക വളർച്ചയിൽ കേരളം ഏറെ മുന്നിലായിട്ടും ദരിദ്രരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടും സാമൂഹ്യബോധം സാംസ്കാരിക വളർച്ചയിൽ തീരെ ഇല്ലാതായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജാതിയുടെ വ്യാപനം ശക്തമായി കേരളത്തിൽ ഇന്നും തുടരുന്നു. ഇതുകൊണ്ടാണ് കാലത്തിന്റെ അവശിഷ്ടം കൊണ്ടു നടക്കുന്നവരുടെ നാട്ടിൽ നിന്നും യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നത്. വിജ്ഞാനം വികസിപ്പിക്കുന്നതിൽ നാം പരാജയപ്പെടുകയും സാമൂഹ്യ ധാരണകൾ പൊള്ളയായി മാറുകയും ചെയ്യുന്നു. നവോത്ഥാന കാലത്ത് ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ച ആശയങ്ങളിൽ ആധുനിക മൂല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ആധുനികതയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി യാഥാസ്ഥിതികത്വമാണ് വളർത്താൻ ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞുള്ള അങ്ങനെ മാഷിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഗുണം ഈ രണ്ടറ്റത്തും പോയി മടങ്ങും. ഒരു പ്രസംഗവേദിയിൽ അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും പണ്ഡിതോചിതനായി ജീവിക്കുന്ന ഒരാളോട് സംവദിക്കുന്നുണ്ടാവും, വഴിയോരത്ത് കപ്പലിൽ നിൽക്കുന്ന ഒരാളോട് സംവദിക്കുന്നുണ്ടാവും. ഈ രണ്ടറ്റത്തേക്കും അനായാസം സഞ്ചരിക്കാൻ കഴിയുന്ന ഭാഷയും നർമ്മവും ജീവിതബോധവും സമകാലികതയും ഒക്കെ ഒത്തടങ്ങിയ ഒരു പ്രഭാഷണമായിരുന്നു മാഷിൻ്റേത്. മാഷ സമകാലികരായി നമുക്ക് വലിയ പ്രഭാഷകരുണ്ടായിരുന്നു. വിജയൻ മാഷുണ്ട്, സാനു മാഷുണ്ടായിരുന്നു. ആ മാഷ്ക്ക് തൊട്ട് മുമ്പാണെങ്കിൽ മുണ്ടശ്ശേരി മാഷെ പോലെ ഇപ്പൊ കേട്ടിയപ്പൻ പറയുന്നുണ്ട്, പ്രസംഗവേദിയിൽ ഗോപുരം പോലെ നിന്ന് മുണ്ടശ്ശേരിയെ ഞാൻ ഓർക്കുന്നു എന്ന്. മുണ്ടശ്ശേരി മാഷ അങ്ങനെ ഒരു വലിയ തലയെടുപ്പാണ്. ഞാനൊരു തവണ ആകെ കണ്ടിട്ടുള്ളൂ, പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ലെങ്കിലും അക്കാലത്ത് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുണ്ടശ്ശേരി മാഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ വേറൊരു വായിൽ മുറുക്കാനിട്ടിട്ടാണ് അത്ര പ്രസംഗിക്കുക. അപ്പൊ മുറുക്കാൻ ഇങ്ങനെ വായിലുണ്ടാവും. അപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ പ്രസംഗം നിർത്തിയിട്ട് വായൊക്കെ കഴുകി കുലുക്കി തുപ്പി ഒന്ന് വീണ്ടും പ്രസംഗിക്കും. അപ്പൊ ആളുകൾ ഇതെല്ലാം കേട്ടിരിക്കും. അങ്ങനെ ഉള്ള വലിയ പ്രഭാഷകർ, പനമ്പിള്ളിയെ പോലെയുള്ള വലിയ പ്രഭാഷകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാഷ് ആ ഒരു നിലയ്ക്ക് നോക്കിയാൽ പ്രഭാഷണം എന്നതിന് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ വിമർശന രൂപവും സാമൂഹ്യ വിനിമയ രൂപവുമാക്കി മാറ്റിയത് മാഷാണെന്ന് എനിക്ക് തോന്നുന്നു. ലൈബ്രറി പ്രസിഡന്റ് CR ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS സുരേഷ്, അഡ്വക്കേറ്റ് KP സജിനാഥ്, G വിജു, ജയൻ മഠത്തിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭിന്നശേഷിക്കാർക്കൊപ്പം സമയം ചെലവഴിച്ച് മന്ത്രി ബിന്ദു കൃഷ്ണ. വിവിധ ജില്ലകളിൽ നിന്നായി മന്ത്രിയെ കാണാനെത്തിയ ഭിന്നശേഷിക്കാർക്കൊപ്പമാണ് മന്ത്രി സമയം ചെലവഴിച്ചത്. ഇവർക്ക് മന്ത്രി മധുരവും നൽകി. എറണാകുളം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള 60ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് മന്ത്രിയെ കാണാൻ എത്തിയത്. കുട്ടികൾ മന്ത്രിക്ക് പൂച്ചെണ്ട് നൽകി. 1.5 മണിക്കൂർ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം മന്ത്രി ചിലവഴിച്ചു. കേക്ക് മുറിച്ചും സന്തോഷം പങ്കുവച്ചു. എല്ലാ കുട്ടികൾക്കും മന്ത്രി മധുരം നൽകി. കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുത്ത ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നീണ്ടകര ജംഗ്ഷനിൽ നടപ്പാത നിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയതായി നടപ്പാത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. നിരന്തരമായ സമരത്തിനും നിയമപരമായ ഇടപെടലുകൾക്കും ശേഷമാണ് ഉത്തരവ്. ദേശീയപാത അധികൃതർ നടപ്പാത നിർമ്മിച്ചു നൽകാമെന്ന് രേഖാമൂലം കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിരന്തരമായി പ്രതിഷേധം ഉയർത്തിയെങ്കിലും നീണ്ടകര ജംഗ്ഷനിൽ നടപ്പാത എന്ന ആവശ്യം ദേശീയപാത അതോറിറ്റി ആദ്യമൊന്നും അംഗീകരിച്ചിരുന്നില്ല. എല്ലായിടത്തും അടിപ്പാതയും നടപ്പാതകളും നിർമ്മിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു
ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചത്. ഇതിനൊടുവിലാണ് നടപ്പാത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അഡ്വക്കേറ്റ് അഭിരാജ് സുന്ദർ മുഖേനയായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എന്നാൽ നടപ്പാത നിർമ്മാണത്തിന് ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാനായിരുന്നു NHAIയുടെ ശ്രമം. എന്നാൽ 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കഴിഞ്ഞ മാർച്ചിൽ ദേശീയപാത അഭിഭാഷകരോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനലവധിക്ക് ശേഷം കഴിഞ്ഞ 15-ന് നടന്ന സിറ്റിംഗിൽ ശാസ്ത്രീയ സാങ്കേതിക പഠനത്തിന്റെ അടിസ്ഥാനത്തിലും പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചും നീണ്ടകരയിൽ നടപ്പാത നിർമ്മിച്ചു നൽകാമെന്ന് NHAI അഭിഭാഷകർ രേഖാമൂലം ഹൈക്കോടതിയെ അറിയിച്ചതെന്ന് സമരസമിതി രക്ഷാധികാരി മുൻ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള, അഡ്വക്കേറ്റ് അഭിരാജ് സുന്ദർ, ആന്റണി ക്രിസ്റ്റഫർ, ഫ്രാൻസിസ് സേവിയർ, ഷൺമുഖദാസ്, യേശുദാസൻ ജോസഫ്, സേവിയർ എസ്, എഡ്വിൻ ഏലിയസ് എന്നിവർ അറിയിച്ചു. കാലതാമസം കൂടാതെ നീണ്ടകര ജംഗ്ഷനിൽ നടപ്പാത നിർമ്മിച്ചു നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. ഒരു വർഷം മുമ്പ് അന്ന് നമ്മൾ ഇതേപോലെ ഒരു പത്രസമ്മേളനം യുദ്ധമായ അതായത് സമരം തുടങ്ങാൻ പോവുകയാണ് എന്ന് അറിയിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയിരുന്നു. ഇന്ന് അതേ സ്ഥലത്ത് തന്നെ സമരം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു പത്ര സമ്മേളനം നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷമാണ് അറിയിക്കുന്നത്. നിരവധി ചർച്ചകളും അതുപോലെ കളക്ടറേറ്റിലും നാഷണൽ ഹൈവേയുടെ റീജിയണൽ ഓഫീസിലും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടത്തിയെങ്കിലും എങ്ങും വിജയിക്കുന്നില്ല, പരാജയപ്പെടുന്നു എന്ന് തോന്നിയെടുത്താണ് ഇവിടുത്തെ സമരസമിതി ഒരു കേസിന് പോകുന്നത്. ഈ കേസ് വളരെ നിർണായകമാണ്. ചരിത്ര ലിപികളാൽ അല്ലെങ്കിൽ തന്റെ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം നാഷണൽ ഹൈവേയുടെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു കോടതിയിലും നാഷണൽ ഹൈവേക്ക് എതിരായിട്ടൊരു വിധി വരാറില്ല, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും വരാറില്ല. ഇവിടെ ഒരു അണ്ടർപാസ് വേണം, അല്ലെങ്കിൽ പുതിയൊരു എന്തെങ്കിലും ഒരു പെഡസ്ട്രിയൽ എന്തെങ്കിലും ഒരു നിർമ്മാണത്തിൽ മാറ്റം വരുത്തണം. കാരണം അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ നിർമ്മാണം ഒരുപാട് താമസിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാർബർ, ഏഷ്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ ഹാർബർ, ഏകദേശം 5000-ഓളം ആളുകൾ ദിവസം തോറും നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഹാർബറിലേക്ക് മീൻ വാങ്ങുന്നതിലേക്ക് വരുന്നത് കൂടുതലും പ്രായമായ സ്ത്രീകളായിരിക്കും. ഇവർ കൂടുതലും ഈ തലച്ചുമടായിരിക്കും മത്സ്യം വാങ്ങി വരുന്നത്. അപ്പൊ നിലവിൽ ഹൈവേ അതോറിറ്റി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഡിസൈനിൽ പറഞ്ഞിരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ടു ആൻഡ് ഫ്രോ ഏകദേശം 2 കിലോമീറ്ററോളം നടക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ഡിസൈനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നിലവിൽ നമ്മൾ ഈ സമരസമിതി ആണെങ്കിലും മറ്റ് ഇതിൽ ഇടപെട്ടവരെല്ലാവരും ചൂണ്ടിക്കാണിച്ച ഈ പെഡസ്ട്രിയൻ അണ്ടർപാസേജിന്റെ ഒരു പ്രാധാന്യം ഈ പറയപ്പെടുന്ന സ്ഥലത്ത് വന്നാൽ മാത്രമേ പ്രയോജനം ആവുള്ളൂ. ഫിഷിംഗ് ഹാർബർ, ആയിരക്കണക്കിന് ആൾക്കാർ ഉപജീവന മാർഗം നേടുന്ന ഫിഷിംഗ് ഹാർബർ, സ്പെഷ്യൽ സ്കൂൾ ഉൾപ്പെടെയുള്ള 3 സ്കൂളുകൾ, ചരിത്ര പ്രാധാന്യമുള്ള നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം, അതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള കണ്ണാട്ടുകുടി അമ്പലം, വളരെയേറെ പെഡസ്ട്രിയൻ പൊതുഗതാഗതം ഉപയോഗിച്ച് യാത്രകൾ ആരംഭിക്കുന്ന വലിയൊരു ജംഗ്ഷൻ. അങ്ങനെ അനുദിനം ഏകദേശം 5000 മുതൽ 8000 പേർ റോഡ് ക്രോസ് ചെയ്യേണ്ട ഒരു ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്നുള്ള ആവശ്യം 2022 മുതൽ നീണ്ടകരയിലെ വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം തരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 2025 ആയപ്പോൾ ഇത് ലഭിക്കത്തില്ല എന്നുള്ളൊരു മറുപടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നീണ്ടകര നടപ്പാത സമരസമിതി രൂപം കൊള്ളുന്നതും ബഹുമാനപ്പെട്ട MP, അന്നത്തെ MLA ഞങ്ങളുടെ MLA, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിച്ചു. പല നിവേദനങ്ങളും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഗഡ്കരിക്കും ഒക്കെ നൽകിയിരുന്നു. ചെയർമാനും ഹൈവേ ചെയർമാനും ഒക്കെ നൽകിയിരുന്നെങ്കിലും പരിഗണനയിൽ അവരെടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ 2025 ജൂൺ മാസം സമരം ആരംഭിച്ചു. ഇന്നിപ്പോൾ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നതിന്റെ ഒരു സന്തോഷ വാർത്ത. ഇത് 385ാമത്തെ ദിവസമാണ് സമരം ആരംഭിച്ചിട്ട്. ന്യൂസ് ബ്യൂറോ. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, പ്രതി അറസ്റ്റിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി ആദിത്യനാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയിലായിരുന്നു കേസ്. നവമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി 24-കാരനായ ആദിത്യനാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. കഴിഞ്ഞ വർഷം യുവതിയെ നവമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ആദിത്യൻ
വിവാഹ വാഗ്ദാനം നൽകി ചങ്ങൻകുളങ്ങരയിലെ വീട്ടിലും വിവിധ സ്ഥലങ്ങളിലും എത്തിച്ച് പലതവണ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. കരുനാഗപ്പള്ളി ACPC ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കരുനാഗപ്പള്ളി സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സ്വന്തമായി കെട്ടിടമില്ലാതെ തെന്മല പോലീസ് സ്റ്റേഷൻ. വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. 4 വർഷം മുൻപ് തെന്മല ഡിപ്പോയ്ക്ക് സമീപം ഭൂമി കണ്ടെത്തിയെങ്കിലും വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. തെന്മല തടി ഡിപ്പോയ്ക്ക് സമീപത്തു നിന്നും സ്ഥലം കണ്ടെത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് തെന്മല പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം. 4 വർഷം മുമ്പ് തെന്മല ഡിപ്പോയ്ക്ക് സമീപം 90 സെന്റ് ഭൂമി കെട്ടിട നിർമ്മാണത്തിനായി കണ്ടെത്തിയിരുന്നു. എന്നാൽ വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുണ്ടായ തർക്കം പദ്ധതിക്ക് തിരിച്ചടിയായി. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയുടെ അലൈൻമെന്റ് ഭൂമിക്കരികിലൂടെ കടന്നു പോകുന്നതും പദ്ധതിക്ക് തിരിച്ചടിയായി മാറി. നിലവിൽ തെന്മല തടി ഡിപ്പോ പ്രവർത്തിക്കുന്ന 20 ഏക്കർ റവന്യൂ ഭൂമിയിൽ നിന്ന് പോലീസ് സ്റ്റേഷന് സ്ഥലം കണ്ടെത്താനാണ് നീക്കം. റൂറൽ SP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ചു. എന്നാൽ സന്ദർശനങ്ങളും പരിശോധനകളും നടന്നെങ്കിലും നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നതിനുള്ള യാതൊരു നടപടികളും ആയിട്ടില്ല. നിലവിലെ MLA ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ട് പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം എന്ന ആവശ്യം യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭക്തൻ വഴിപാടായി നൽകിയ സ്വർണമാല കവർന്ന കേസ്. മുൻ മേൽശാന്തിയും കൂട്ടാളിയായ യുവതിയുമായി തെളിവെടുപ്പ്. പുനലൂർ മാമ്പഴത്തറ ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് മാല അപഹരിച്ചത്. പൊള്ളലേറ്റ യുവതിയെ വീട്ടുകാർ ഉപേക്ഷിച്ച നിലയിൽ. കുണ്ടറ മുളവനയിൽ വാടകയ്ക്ക് താമസിക്കുന്ന രമ്യയെയാണ് ഉപേക്ഷിച്ചത്. ഇവരെ ഗാന്ധി ഭവനിലേക്ക് മാറ്റി. വിവാഹ വാഗ്ദാനം നൽകി പീഡനം. പ്രതി അറസ്റ്റിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി ആദിത്യനാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയിലാണ് കേസ്. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. നാഗർകോവിൽ കളക്ടറേറ്റിലെ ജീവനക്കാരനായ ഷേഖ് മുഹമ്മദാണ് മരിച്ചത്. കൊട്ടാരക്കര മൈലം മുട്ടമ്പലത്തിലായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.